ഇല്ലേ ബീറ്റ ഫിഷ് ഇണങ്ങത്തില്ലെന്ന് ഞാനിതിനെ ഇണക്കി രണ്ടിനെയും തമ്മിൽ പ്രേമിപ്പിച്ച് ഇപ്പോൾ ഒരൊറ്റ ഒരു ബോട്ടിൽ ഇട്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് നമ്മുടെ ഫീമെയിലാണ്, ഇതാണ് മെയില്. മെയിലും ഫീമെയിലും തമ്മിൽ ഇതിനകത്ത് ഒരു യുദ്ധവും ഇല്ല, ഒരു കൊത്തുകൊടുത്തോ ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. രണ്ടും തമ്മിൽ നല്ല സ്നേഹത്തെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കീഴ്പ്പെടുത്താം. സ്നേഹം കൊണ്ട് ആദ്യം അടുപ്പിച്ച് 2 വട്ടം ഇരുമാരെ ബ്രീഡ് ചെയ്യിപ്പിച്ചതാണ്. അത് ഒരു ബ്രീഡിങ് നമുക്ക് പരാജയപ്പെട്ടു. ഒരെണ്ണം സക്സസ്ഫുള്ളായിരുന്നു, പകുതി സക്സസ്ഫുള്ളായിരുന്നു. പക്ഷെ ആ ബ്രീഡിങ് പരാജയപ്പെട്ടതിൻ്റെ സങ്കടമാണെന്ന് തോന്നുന്നു നമ്മുടെ മെയിൽ ബീറ്റ ഫിഷിന്. ഫീമെയിൽ ബീറ്റ ഫിഷ് പൊതുവെ ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്, നല്ല രീതിയിൽ ഫുഡ് എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മെയിൽ ബീറ്റ ഫിഷ് ഫുഡ് എടുക്കുന്ന കാര്യത്തിൽ മുമ്പത്തെ പോലെ ഒരു സുഖമല്ല. കാര്യം അവനെ വലിയൊരു ടാങ്കിലോട്ടൊക്കെ നമ്മൾ മാറ്റിയിട്ട് പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ ഇടുമ്പോൾ അവന് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അവൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു വലിയ ടാങ്കിലിട്ട് അവനെ നീന്തി കളിപ്പിച്ചൊക്കെ എടുക്കും. അപ്പോൾ കൂട്ടത്തിലേക്ക് ഞാൻ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഫീമെയിലിനെയും കൂടെ ഇറക്കി വിട്ട് കൊടുത്തു. ആദ്യമൊക്കെ യുദ്ധമായിരുന്നു, പിന്നെ ഇവർ തമ്മിൽ സിങ്കായി. അപ്പോൾ ആ സിങ്ക് അതേപോലെ തന്നെ ഇവർ തമ്മിൽ യോജിച്ച് ഇരിക്കുകയാണ്. പിന്നെ എനിക്ക് വേറൊരു സങ്കടം കൂടെ ഉണ്ടായി. ഇവൻ ഒറ്റയ്ക്ക് ഈ ബോട്ടിലുണ്ടായിരുന്നപ്പം ഇവനിങ്ങനെ ഇതേപോലെ തന്നെ ഇരുത്തമായിരുന്നു. ആകെ ഒരു ബോറടിച്ച്. അപ്പോൾ അതിൻ്റെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അതിരക്ക് കൊണ്ടിട്ടത്. അങ്ങനെ രണ്ടും കൂടെ സിങ്ക് ആയപ്പോഴത്തേക്ക് ഞാൻ നേരെ പിടിച്ച് നമ്മുടെ ഈ ബോട്ടിലേക്കാക്കി. ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. നമ്മുടെ മണി പ്ലാന്റില്ലേ, മണി പ്ലാന്റ് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു സെലോടൊപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ വീട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി. ആണല്ലേ, എന്തൊരു ഭംഗിയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചെറിയ പിന്നെ എന്താ പറയുക, മുതൽ മുടക്കിൽ നമുക്ക് ഇത്തരത്തിൽ വീടൊക്കെ അലങ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബീറ്റ ഫിഷ് ഇപ്പം ഇന്ന് പൊതുവെ ആക്റ്റീവായിരുന്നു, ഇപ്പോൾ ഇച്ചിരി സൈലൻ്റ് ആയിട്ടിരിപ്പുണ്ട്. ഫീമെയിലാണ് കൂടുതൽ ആക്റ്റീവ്. കണ്ടോ, നമുക്ക് അവനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത് നോക്കാം. അവനെ ഡിസ്റ്റർബ് ചെയ്ത് നോക്കി വേണ്ട. പീലി വിടർത്തിയുള്ള നിപ്പ് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് ഇവനെ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇവൻ്റെ ഈ ചിറകും ഈ വാലെല്ലാം കൂടെ വളർന്നിട്ട് ഇവർ മേളിൽ വന്ന് പിന്നെ ഫുഡ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഫംഗസ് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഫംഗസ് എല്ലാം നല്ല രീതിയിൽ മാറ്റിയിട്ട് നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ട് പ്രകൃതിദത്തമായ തരന്മാരുടെയൊക്കെ ഫംഗസ് എല്ലാം മാറ്റിയിട്ട് വീണ്ടും ബോട്ടിൽ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലൈഫ്